അപ്പൊ അൻഷി ബിബിൻ, Yes. നമ്മുടെ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ പോവാണ്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം നമുക്ക് അൻഷിയോട് ചോദിക്കാം അല്ലേ? അമ്മേനെ കുറിച്ച് പറയാം. അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? അതെ അത് ഉറപ്പായിട്ട്. അമ്മേനെ കുറിച്ചിട്ട് പറയൂ. ഉമ്മി സുഖമായിട്ടിരിക്കുന്നു. ഉമ്മിക്ക് എന്താ ഇപ്പം നല്ല വിശേഷം. ഉമ്മിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അൻഷി ഇങ്ങനെ ഒരു സ്റ്റാർ ആക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉമ്മി തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ. കാരണം ഞാൻ 8th പഠിക്കും, അമ്മ സീരിയലിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് എനിക്ക് ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഒന്ന് TV-യിൽ ഇങ്ങനെ എന്താണെന്ന് അറിയണമെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു. അതിനുശേഷം ഉമ്മി തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മി തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഉമ്മിയാണ് സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. ബിബിൻ പറയൂ, ബിബിന്റെ മനസ്സിൽ ഈ അഭിനയ മോഹം പൊട്ടി വിടർന്നത് ഏത് പ്രായത്തിലാണ്? സത്യം പറഞ്ഞാൽ പൊട്ടി വിടർന്നത് നമ്മള് സ്കൂളിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപ്പത്തെ ഒരു കോലം വെച്ച് എന്നാണ് നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ അതുകൊണ്ട് ഞാൻ നമ്മൾ പുറത്തേക്ക് പോയി പഠിക്കാൻ പോയി. പിന്നെ എബ്രോഡ് പോയി, ന്യൂസിലൻഡിൽ പോയി ജോലി ചെയ്തു. അന്നേരം എൻ്റെ ഈ ഉള്ളിൽ ഈ മോഹം നമ്മളെപ്പോഴും ഓരോരുത്തരെ കാണുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആക്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക്. അവിടെ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ പഠിക്കാൻ വന്നു. പുള്ളി ഒരു മ്യൂസിക് വീഡിയോ എടുക്കാൻ നേരത്ത് എന്നോട് ചോദിച്ചു അഭിനയിക്കാമെന്ന്. അപ്പം ഞാൻ ഓക്കെ. അന്നേരം ഞാൻ കുറച്ച് മനുഷ്യക്കോലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ പുള്ളി അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ആയ്മ ചെയ്യുക. അന്നേരം എൻ്റെ ഉള്ളിലുള്ള ആ മോഹം നമുക്കങ്ങോട്ട് കാര്യമായിട്ട് വന്നു. പിന്നെ ഞാൻ അവിടെ ബാങ്കിലായിരുന്നു ജോലി കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആ ജോലിക്കൊന്നും പോകാൻ തോന്നേ ഇല്ലായിരുന്നു. ബാങ്ക് കാണുമ്പോഴേ വെറുതെ വരുന്നു. അതെ, ബിൻചേട്ടനെ ഭയങ്കര ഇഷ്ടം ഫിലിം ചെയ്യാൻ. എപ്പോഴും പറയും എനിക്ക് നല്ല സിനിമ ചെയ്യണം, എപ്പോഴും പറയണം. അപ്പൊ ഞാൻ പറയാം ബിൻചേട്ടൻ ടൈം ആയിട്ടില്ല, ടൈം ആവുമ്പോ കിട്ടും, ഉറപ്പായിട്ടും സമയമുണ്ടല്ലോ. വെറും 30 വെറും 30 പ്ലസ് കൊറേ അങ്ങോട്ട് പോയി. നമ്മുടെ വലിയ നടന്മാരൊക്കെ ഇപ്പൊ എന്താ ജയൻ സാർ ആണെങ്കിലും അതുപോലെ MGR ഒക്കെ 40-ാമത്തെ, അദ്ദേഹമൊക്കെ 40-ാമത്തെ വയസ്സിലാണ്. 43-ാമത്തെ വയസ്സിലെ ജയൻ സാർ. അതെ, ജോജു ചേട്ടൻ. അതാണ് നീ ഒരു 40 വയസ്സ് എങ്ങനെയെങ്കിലും ആക്ക്. എന്നിട്ട് നീ ഭയങ്കര വലിയ സ്റ്റാർ. എന്നിട്ട് ചേച്ചി പോയി കാണണം, എന്നെ പോയി കണ്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതെ, അപ്പോഴേക്കും ഞാനും ഒരു പ്രൊഡ്യൂസർ ആവും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? ഇരിക്കാൻ പാടില്ല. ഗെയിം വേണോ? നിങ്ങക്ക് വേറെ എന്തെങ്കിലും വേണോ? പറയൂ, നിങ്ങക്ക് എന്താ വേണ്ടത്? അൻഷിതയ്ക്ക് എന്താ വേണ്ടത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബിബിൻ എന്താ വേണ്ടത്? അതെല്ലാം ഇവിടെ റെഡിയാണ്. ഇപ്പൊ ഞാൻ പെർഫോം ചെയ്തില്ലേ, ഞങ്ങൾ പെർഫോം ചെയ്തില്ലേ? നിങ്ങൾ കട്ടപ്പനയിൽ ഋത്തിക് റോഷനി ലാസ്റ്റ് കല്യാണമൊക്കെ കഴിച്ച് പോയല്ലോ. കണ്ടുണ്ടായി പുസ്തകള് പോയല്ലോ. സോറി മോൻ പാവം. മോൻ പാവല്ല, ഓൾറെഡി പ്രയാഗയ്ക്ക് മെസ്സേജ് ചെയ്ത് ചീറ്റ്. എന്നാലും പാവം ഇരിക്കട്ടെ, ചേച്ചിയാണ് വമ്പ തേപ്പ് കേട്ടോ. ആ തേപ്പ് കേട്ട് എവിടെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്തോ. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ? കാരണം ഒരു വമ്പ ബോംബ് ആ ചേട്ടൻ ഇട്ടിട്ടാ പോയത്. ഞാനാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താ അത് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരണം. എന്താ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചല്ലേ ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ? ഈ സാധനം ഞാൻ തന്നെ കണ്ടിട്ട് ഇരുന്നഴിച്ചു. ദൈവം എത്തിയിരുന്നു. എന്താ എനിക്ക് അപ്പ തൊട്ടുണ്ട് എന്തായി കാണും, ഇത് എന്തായി കാണും ഒന്ന് കാണിച്ചാ? എന്തായി കാണും അല്ലേ? അറിയില്ല, ഞങ്ങൾ നോക്കാല്ലേ, എന്തെങ്കിലുമൊക്കെ ആക്കാം നമുക്ക്. ടയർഡായോ ബേബി? ദാ പാല് കുടിച്ചാലോ? എനിക്കൊന്നും വേണ്ട. क्या हुआ अमित, क्यों ऐसे कर रहे हो? क्या हुआ कुएसा? നിനക്ക് വേണ്ടി നിന്നെ ഒറ്റയിരുത്തി ഇത്ര മലയാളം ഞാൻ പഠിച്ചിട്ട് നീ എന്നെ നൈസായിട്ടൊക്കെ തേച്ചല്ലേ? ഞാനിപ്പോ തേച്ചു, എന്തുണ്ടായേ? അവന് പ്രാന്താണ്, അവൻ അങ്ങനെ പലതും പറയും. അവൻ എല്ലാ സ്ഥലത്തും കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നവനാ. ഈ പാല് കുടിച്ച ഞാൻ പറയാം, കുടിക്ക്, പാല് കുടിക്കുമ്പോ ഒന്ന് തണക്കും, കുടിക്ക്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അവനായിട്ട് നിന്റെ ബന്ധം എന്തായിരുന്നു? ഈ നൺ ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് മനസ്സിലായ സംഭവം എന്താന്ന്. We are just friends, Amit. അതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു പഠിപ്പിക്കണ്ട. കറുത്ത എനിക്ക് അവനെയാണ് ഏറ്റവും സംശയം. ഈ കറുത്ത ആരാ? അയ്യോ, അവനല്ലേ അവന്റെ കൂടെ ബാക്കിൽ നിന്ന് കറുത്തയല്ലായിരുന്നോ? അയ്യോ, ആ കറുത്ത എന്റെ കസിൻ കറുത്തയാണ്. അവന് ഞാനൊരു നിന്റെ കസിൻ മറ്റേ കറുത്തിരുണ്ട ഒരുത്തൻ, അവന്റെ കാര്യമല്ലേ പറഞ്ഞ? മറ്റേ ഒരു ഹിന്ദിക്കാരൻ കറുത്ത. അവന് ഞാൻ മുന്നേ കുഞ്ഞിലെ പ്രേമിച്ചതാ, അതൊക്കെ വിട്ടു. അമിത്, ഇപ്പൊ എന്താ പ്രശ്നം? എന്തെങ്കിലും ആവട്ടെ, അവൻ പറയുന്നൊന്നും നീ കേൾക്കരുത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് കേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അതാ എനിക്ക് ഇങ്ങനെ കുറച്ച് കർത്താക്കളൊക്കെ ഉണ്ട്. കർത്താക്കളോ എന്ന് വെച്ചാ? നിന്നെ മറ്റേ കർത്തയില്ല, അതുപോലത്തെ കുറച്ച് കർത്തയൊക്കെ എനിക്കുണ്ട്. അതായത് നിനക്കും കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നോ? അങ്ങനെ കുറെ ഇല്ല, ഒരു അങ്ങനെ ഒരു കുറച്ച് 5 പേരുണ്ടോ? നമുക്ക് അതിൽ ഉറപ്പിക്കാം. അവര് അപ്പൊ അവരാരെങ്കിലും ഇനിയിപ്പോ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നൺ ഓഫ് ദി ബിസിനസ് നിന്റെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്നോടും ചോദിക്കില്ല. ഓക്കെ, അതെല്ലാം പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളിത് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു അടിപൊളി ലൈഫ് അങ്ങോട്ട് തുടങ്ങുന്നു. ഇനി ആരും ഒന്ന് നൺ ഓഫ് ബിസിനസ് പറഞ്ഞാലും നീ കേക്കില്ലല്ലോ. ഇനിയും വരുവാ? അങ്ങനെയല്ല, ഞാൻ എബ്രോഡ് പോയി പഠിച്ച സമയത്ത് അവിടെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവര് ചെലപ്പോ എങ്ങാനും വന്നാലോ. പക്ഷെ അവർ ആര് വന്നാലും ഇന്ന് മുതൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നീയും നിനക്ക് ഞാനും. അമിത്, ഐ ലവ് യു. ഓക്കെ, ലവ് യു. ഓക്കെ, ശരി ശരി. മൈ സ്വീറ്റ് ബേബി. എന്താ ആദ്യ രാത്രി ഞങ്ങൾ ഇനി തുടങ്ങുന്നത്? ഇത്രയും കണ്ടാ മതി. ഞങ്ങൾക്ക് അറിയേണ്ടത് അവിടെ എന്ത് സമയം. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കാണണ്ട. ഞങ്ങളാ മൂഡിലോട്ട് വരുവായിരുന്നു. ഞങ്ങള് 2 ചക്കിക്കൊത്ത ചങ്കരന്മാർ തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഞങ്ങളുടെ എളിയ കലാവിരുന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാം. പറയാൻ പറ്റില്ല, ഇനി ഇത് വെച്ച് നാദർശിക്കുമല്ലോ. സെക്കൻഡ് പാർട്ട് ആദർശിക്ക ഇതിന് തുടക്കം കുറിച്ച് ഞാനാണ്. അതുകൊണ്ട് അനുഷിക്ക് ഞങ്ങൾ അന്നൊരു പ്രത്യേക പുരസ്കാരം തരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ.